ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞ് വള വെച്ചിട്ട് ഒരു കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. വള മാത്രം പോരട്ടോ, അതിന് ഈ 2 സൈസുള്ള കോപ്പർ വയറും കൂടെ വേണം. പിന്നെ ഇതെന്തിനാ 2 സൈസിൽ എന്നുള്ള ഞങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ തന്നെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തോളി. പിന്നെ ഈ ഒരു ഇയറിംഗ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയത് എവിടുന്നാന്ന് അറിയോ? ഒരു കുട്ടി ഇതേപോലെ കമന്റിൽ ചോദിച്ചതായിരുന്നു, ചേച്ചിയെ മൗലാമേര ഇയറിംഗ് ചെയ്യുമോ? സത്യം പറഞ്ഞാൽ കേട്ടപ്പോഴേക്ക് ഒന്നും മനസ്സിലായില്ലേന്. ഞാൻ കുറച്ച് ദിവസം അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ലേന്. പിന്നെയും കമന്റ് ആയിട്ടാണ് ഞാൻ കണ്ടു കേട്ടോ. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴാണ് ഈ ഒരു ഇയറിങ് കണ്ടത്. സംഭവം ഉണ്ടല്ലോ, കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. പക്ഷേ അത് കണ്ടപ്പോൾ എൻ്റെ കിളി പോയി എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് എങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുക്കാനാന്നുള്ളതാണ് എനിക്ക് ആദ്യം എൻ്റെ മൈൻഡിൽ പോയത്. അങ്ങനെ ഞാനത് അവിടെ വിട്ടിട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇയറിങ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ടൈപ്പിലൊന്നും അല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ ടൈപ്പിലാണ്. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ എൻ്റെ കയ്യിൽ ഇതിന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും ഉണ്ട്, അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ പീലിക്കുട്ടീൻ്റെ ഒരു വളയൊക്കെ എടുത്ത്, ഇങ്ങനത്തെ ഗോൾഡൻ കളർ വള കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ കളർ പോയി. അപ്പോൾ ഞാൻ തിരഞ്ഞ് തപ്പി പിടിച്ച് എനിക്ക് കിട്ടിയതാണ് ഒരു 2 വള, നല്ല പുത്തൻ പുതിയതാണ്. ഞാൻ എന്തിനു മാറ്റി വെച്ചതാണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നേ ഒരു നിമിത്തം പോലെ ഇങ്ങനെ എന്തോ അത് ഞാൻ മാറ്റി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് അത് കിട്ടി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആദ്യം തന്നെ ഒരു കുഞ്ഞി വള എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കോപ്പർ വയർ, കുറച്ച് കട്ടിയുള്ള കോപ്പർ വയറും വേണം, അതേമാതിരി നല്ല തിന്നായിട്ടുള്ള കോപ്പർ വയറും വേണം. എന്നിട്ട് ആ കട്ടിയുള്ളത് നമ്മൾ പണ്ട് ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ സൂര്യനും മലയൊക്കെ വരയ്ക്കില്ലേ, ആ മല ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ തിന്നായിട്ടുള്ള കോപ്പർ വയർ വെച്ചിട്ട് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം ഈ കോപ്പർ വയർ കുറച്ച് ലെങ്ത്തിൽ എടുക്കാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് മാത്രമല്ല, അതിൻ്റെ മുകളിൽ ഇനിയും കുറേ പണികളുണ്ട്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണ്ടല്ലോ, അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ചുറ്റിയിട്ട് തന്നെ എടുക്കാം. അങ്ങനെ ആ മല പോലുള്ള ഡിസൈൻ നമ്മൾ എലി പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇല്ലേ, ഇത് ചിലപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറേ ആൾക്കാർ ഈ ഇയറിങ് കണ്ടിട്ട് നോട്ട് ടച്ച് ഉണ്ടാവും ആ സംഭവം തന്നെ. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് ആ വയർ വെച്ചിട്ട് ഒന്ന് കെട്ടുക, പിന്നെ ഈ കട്ട് ബീഡ് വെച്ചിട്ട് കെട്ടുക. പിന്നെ ഈ കളറിന് എനിക്ക് കിട്ടിയിട്ടോ. ഞാൻ പിന്നെ വേറെ കളറൊന്നും നോക്കാൻ പോയില്ലേ. എന്തോ ആ കമ്മൽ ഈ ഒരു കളറിൽ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉള്ളത് അല്ലേ. വേറൊരു കളർ അതിന് സങ്കല്പിക്കാൻ തോന്നണേ ഇല്ല. എനിക്കെന്തോ ഈ കളറിൽ തന്നെയാണ് കേട്ടോ കമ്മൽ ഭംഗിയെന്ന് തോന്നുന്നത്. എന്തായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ 2 സൈഡിലും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ അതൊന്ന് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ കോപ്പർ വയർ കൊടുത്തില്ലായിരുന്നോ, അതെന്തിനാന്നുള്ളത് ഇനി നോക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലത്തെ കുഞ്ഞ് ചെയിൻ വേണം. നല്ല വെയിറ്റ് കുറവുള്ള ചെയിനാട്ടോ, അതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ എപ്പോഴും ഇയറിങ്സ് ഉണ്ടാക്കുമ്പോൾ പറയില്ലേ, ഫാൻ ഇടാത്തതാണ് നല്ലത്, നമ്മളെ ഗമ്മ് കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന്. പക്ഷേ ഈ ഒരു ഇയറിങ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫാൻ ഇടാണതാണ് നല്ലത്. ഇപ്പോൾ ആ വയറിൻ്റെ മുകളിലൂടെ ഗമ്മ് തേച്ച് കൊടുത്തില്ലേ, ഫാൻ ഇട്ടിക്കുകയാണെങ്കിൽ ആ പെട്ടെന്ന് ഒട്ടിക്കിട്ടാന്ന് എനിക്ക് അതൊന്ന് കട്ട പിടിക്കും. അപ്പോൾ ഈ ചെയിൻ അതിൽ ഒട്ടിടിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അതൊരു ചെറിയൊരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടിക്കോടി. എന്തായാലും നല്ല ഐഡിയ ആണത്. എനിക്ക് എന്തായാലും യൂസ്ഫുള്ളായി ഉണ്ടേനി. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗമ്മ് നല്ല ലൂസാണല്ലോ, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഈ ചെയിൻ ഇങ്ങനെ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ കട്ട പിടിച്ചതിനെ കൊണ്ടേ നല്ല കറക്റ്റായിട്ട് തന്നെ അവിടെ ഇരുന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുന്തൻ സ്റ്റോൺ. പിന്നെ കുന്തൻ സ്റ്റോൺ ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ, നമുക്ക് മെയിൻ അതാണല്ലോ. അങ്ങനെ കറക്റ്റ് മാച്ചിലുള്ള കുറച്ച് സ്റ്റോൺസ് കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്ത്. ഇനി നമ്മൾ കുറച്ച് ഹാങ്സ് ഉണ്ടാക്കിയെടുക്കണം. വലിയ ബീഡല്ല കേട്ടോ, അതിന് ചെറിയ ബീഡ് തന്നെയാണ് ഭംഗി. അപ്പം ഞാൻ കുറച്ച് ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞ് ഹാങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതുണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മളെ ഹെഡ് പിന്നില്ലേ, ഹെഡ് പിന്നല്ല ബോൾ പിന്നാണ് കേട്ടോ. ബോൾ പിന്നിലേക്ക് ജസ്റ്റ് ഇട്ട് വെച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തിക്കുകയാണെങ്കിൽ കുഞ്ഞ് ഹാങ്സ് കിട്ടും. ഇതിലേക്ക് ഒരു കുഞ്ഞ് ജിംക്കി ആവശ്യമുണ്ട്. എൻ്റെ കയ്യിലില്ല, ഉള്ളത് തന്നെയാണെങ്കിലോ ഇതുപോലത്തെ ബ്ലാക്ക് മെറ്റൽ ടൈപ്പാണ്. അപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊന്ന് പെയിൻറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടോ. അത് ഉണങ്ങാൻ വെച്ചപ്പോഴത്തേനും കറക്റ്റ് നമ്മൾ ആ കമ്മലിൻ്റെ കളർ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റോൺ ചെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, എല്ലാ സാധനവും എൻ്റെ കയ്യിലുണ്ട്, കറക്റ്റ് കളർ മാച്ചുള്ളത്. സാധാരണയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സാധനം പോയി വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യമായത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെയാണെങ്കിലോ, ഞാൻ അധികം ഈ നമ്മളിങ്ങനെ ഹുക്ക് വെച്ചിട്ടുള്ള ഈ കുളത്തുന്ന ടൈപ്പുള്ള കമ്മൽ ഉണ്ടാക്കാറില്ല. അപ്പോൾ അതാണെങ്കിൽ പെട്ടെന്ന് തിരഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു പാക്കിൻ്റെ കയ്യിൽ കിട്ടി. ഷോക്ക് വയ്യ, എല്ലാ കാര്യവും ഞാൻ ചോദിക്കാതെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരണ പോലെ ഇരുന്നു ഇതിൽ ഓരോ ഐറ്റം. അതേപോലെ തന്നെ ഈ ചെയിൻ ഒരു ഇയറിങ് ഉണ്ടാക്കാനുള്ളത് എൻ്റെ കയ്യിലുള്ളായിരുന്നു.
പിന്നെ ഇനി ഒന്നിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ പണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മൽ, നമ്മളെ കാശ്മീരി ഇയറിംഗ് ഇല്ലേ, ആ ഇയറിങ് ഒന്ന് എവിടെയോ മിസ്സായിപ്പോയി. അതിൻ്റെ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അത് ഇങ്ങോട്ട് ഊരിയിട്ട് അതിലത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച്. അങ്ങനെ കുറച്ച് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി എനിക്ക് ആദ്യമേ ഉണ്ട് കേട്ടോ. പിന്നെ മാധവൻ കക്കണതൊന്നും ചേക്ക് വിട്ട് പോവാത്തതിനെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ആ കമ്മലിൻ്റെ കുളത്തിൻ്റെ കാര്യം. അത് ഒരു പാക്കറ്റ് തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ആകെ 2 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളതിന്. അല്ല, ഇതിപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കമ്മലിൻ്റെ ഊരി എടുക്കും. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇയറിങ്ങിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലിക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കിക്കോളി. പിന്നെ ഒരു കുഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ ആവല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.